Hi, good evening, students. Welcome to Competitive Crack. കേൾക്കുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ഓക്കെ, ഐ ഹോപ്പ് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും ഓക്കെയാണ്, കേൾക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ അഗെയിൻ ബാക്ക് ടു കറണ്ട് അഫയേഴ്സ്. അപ്പൊ ഈ ആഴ്ച നടന്ന ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ടോപ്പിക് ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. അതിൽ നിന്ന് എന്തായാലും എന്താ പറയുക, പണ്ട് സിവിൽ സർവീസിലും കേസിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലോട്ട് കയറാം. ഫൈൻ. സി ദ ഫസ്റ്റ് ടോപ്പിക്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി ടു അഡ്രസ് ദ വേൾഡ് ക്ലൈമറ്റ് ആക്ഷൻ സമ്മിറ്റ് ഡ്യൂറിംഗ് ദ യുണൈറ്റഡ് നേഷൻസ് COP28 ഇൻ ദുബായ്. കണ്ടോ, സംതിങ് റിഗാർഡിംഗ് ക്ലൈമറ്റ്. അപ്പൊ എന്തോ ഒരു സമ്മിറ്റ് ദുബായിൽ UAE നടക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് കേട്ട് കാണും, ഇന്നും കൂടെ അതുണ്ടായിരുന്നു സമ്മിറ്റ് അല്ലെ. അപ്പൊ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി ടു അഡ്രസ് ദ വേൾഡ് ക്ലൈമറ്റ് ആക്ഷൻ സമ്മിറ്റ് എവിടെ വെച്ചാ നടന്നത്? ദുബൈയിൽ വെച്ചാ നടന്നത്. പേരെന്താ? COP28 എന്ന് വെച്ചാൽ കോൺഫറൻസ് ഓഫ് പാർട്ടി 28th സമ്മിറ്റ് നടന്നു. സംതിങ് റിഗാർഡിംഗ് ക്ലൈമറ്റ് എവിടെ വെച്ചാ നടന്നത്? ദുബായിൽ വെച്ചിട്ടാണ് നടന്നത്. ഇങ്ങനെയായിരിക്കും നിങ്ങൾ ന്യൂസ് പേപ്പറിൽ കാണുന്ന സംഭവം. ഇനി ഇതെന്ത് റിലേറ്റഡ് ആണ്, ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം, അതാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത പോയിന്റ്സ് തൊട്ട് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. അപ്പൊ സി ദ ഫസ്റ്റ് വൺ, ദ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അതാണ് UNFCC. ഇപ്പൊ നമ്മൾ KS അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. അപ്പൊ ദ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് അതെന്നാ സൈൻ ചെയ്ത്? ഇറ്റ് വാസ് സൈൻഡ് ഇൻ 1992, ഓൾസോ നോൺ as എർത്ത് സമ്മിറ്റ് അല്ലെങ്കിൽ റിയോ സമ്മിറ്റ് ഓർ റിയോ കോൺഫറൻസ്. എവിടെയാണ് റിയോ? അത് നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും. വേർ ഇസ് ദിസ് റിയോ എന്നുള്ള സ്ഥലം എവിടെയാ? റിയോ സമ്മിറ്റ് എന്നൊക്കെ പറയുമ്പോൾ റിയോ എന്നുള്ള സ്ഥലം എവിടെയായിരിക്കും? നിങ്ങൾക്കറിയാം, ഉറപ്പായിട്ടും അറിയണം. വേർ ഇസ് റിയോ? ഏത് കൺട്രിയിലാണ് റിയോ ഉള്ളത്? ക്യാപിറ്റൽ ഒന്നും അല്ല, ജസ്റ്റ് ഒരു സിറ്റി ആണത്. റിയോ ഇസ് എ പ്ലേസ് ഇൻ വിച്ച് കൺട്രി? നോക്കട്ടെ, വരട്ടെ. അപ്പൊ സൈൻഡ് ഇൻ 1992, ഓൾസോ കോൾഡ് as എർത്ത് സമ്മിറ്റ് അല്ലെങ്കിൽ റിയോ സമ്മിറ്റ് ഓർ ദി റിയോ കോൺഫറൻസ്. വേർ ഈസ് റിയോ? ഇറ്റ്സ് എ പ്ലേസ് ഇൻ ബ്രസീൽ. അവിടെ വെച്ചാണ് സൈൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ദ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് സൈൻഡ് ഇൻ 1992, ഓൾസോ കോൾഡ് എർത്ത് സമ്മിറ്റ് ഓർ റിയോ സമ്മിറ്റ് ഓർ ദി റിയോ കോൺഫറൻസ്. ഇനി എന്താണ് ഒബ്ജക്റ്റീവ്? ഇത് പണ്ട് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് UNFCC എന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു സ്റ്റെബിലൈസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് concentration, to stabilize greenhouse gas concentration in the atmosphere at a level that will prevent dangerous human interference with the climate system. അപ്പൊ എങ്ങനെയെങ്കിലും ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ കോൺസെൻട്രേഷൻ അറ്റ്മോസ്ഫിയറിൽ എന്ത് ചെയ്യണം? സ്റ്റെബിലൈസ് ചെയ്യണം, പറ്റുവാണെങ്കിൽ കുറയ്ക്കണം. ഇതാണ് ഒബ്ജക്റ്റീവ് ഓഫ് UNFCC. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ സാധനമാണ് ഈ വട്ടം ദുബൈയിൽ നടന്നത്. അതെന്താണ്? COP28. അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യും. ഈ സ്ലൈഡ് ഒന്ന് വായിച്ചേ പ്ലീസ്. കിട്ടിയോ ഈ സ്ലൈഡിന്റെ ഒരു ഐഡിയ? കിട്ടുന്നുണ്ടോ? ഇത് കുറച്ച് സമയം എടുക്കുവേ. ഇതിൽ ചില പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. എന്നാ സൈൻ ചെയ്ത്, എന്താണ് ഒബ്ജക്റ്റീവ്, പലവട്ടം എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. അടുത്ത നോക്കാം എന്താണ്. ഇന്ത്യ ഇസ് എമംഗ് ദ സെലക്ട് ഫ്യൂ കൺട്രീസ് ടു ഹാവ് ഹോസ്റ്റഡ് ദ COP, ഇപ്പൊ കോൺഫറൻസ് ഓഫ് പാർട്ടിയുടെ ഓൾ 3 റിയോ കൺവെൻഷൻസ്. ഒന്നേതാ? ക്ലൈമറ്റ് ചേഞ്ച്, പിന്നെ ബയോഡൈവേഴ്സിറ്റി കൺവെൻഷൻ, പിന്നെ ലാൻഡ് എന്ന് വെച്ചാൽ ടു കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷൻ. അപ്പൊ ഇന്ത്യ ഇസ് എമംഗ് ദ സെലക്ട് few countries to have hosted the COP of all the Rio conventions on climate change,
Biodiversity Convention on Biological Diversity and Land. That is UN Convention to Combat Desertification. അടുത്തത് the UNFCC എന്ന സൈൻ ചെയ്ത് 1992 ചെയ്ത് ഇതെന്ന came into force in the year 1994. അപ്പൊ UNFCC entered into force on 1994. ഇനി it is the parent treaty of 2015 Paris Agreement. അതും സംതിങ് റിഗാർഡിംഗ് ക്ലൈമറ്റ് ആണ്. അപ്പൊ ഇറ്റ് ഇസ് എ പാരന്റ് ട്രീറ്റി. ഏതിന്റെയാണ്? UNFCC is the parent treaty of 2015 Paris Agreement. It is also the parent treaty of 1997 Kyoto Protocol. ഇത് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് എടുത്തു തരുന്നതായിരിക്കും, ബിക്കോസ് ഈ സമ്മിറ്റ് ഒന്ന് കഴിയട്ടെ. അപ്പൊ അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് ഇത് സെപ്പറേറ്റ് ഡിസ്കസ് ഒന്ന് ചെയ്യണം. ഇപ്പൊ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, ഇതെന്നാ സൈൻ ചെയ്ത് 1992. എന്താണ് ഒബ്ജക്റ്റീവ്? ഗ്രീൻ ഹൗസ് ഗ്യാസ് സ്റ്റെബിലൈസ് ചെയ്യണം, കുറയ്ക്കണം, അല്ലെ? ഇതെന്നാ കെയിം ഇൻ ടു ഫോഴ്സ് 1994. ഇത് ഏതിന്റെയൊക്കെ പാരന്റ് ട്രീറ്റിയാണ്? 2015 പാരീസ് അഗ്രിമെന്റ്. അപ്പൊ അത് ഫ്രാൻസിലായിരിക്കും നടന്നത്. പിന്നെ പാരന്റ് ട്രീറ്റി ഓഫ് 1997 ക്യോട്ടോ പ്രോട്ടോകോൾ. അതെവിടെയായിരിക്കും? ക്യോട്ടോ എന്നൊക്കെ പറയുമ്പോൾ ജപ്പാനിലാണ്. ഒന്ന് വായിച്ചേ. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കോപ്പിലോട്ട് പോവാം. ദാറ്റ് ഈസ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. പോയിന്റ്സ് നോക്കണേ. എന്താണ് ഒബ്ജക്റ്റീവ്? എന്നാണ് സൈൻ ചെയ്ത്? ഇത് ഏതൊക്കെ പാരന്റ് ട്രീറ്റിയാണ്? അടുത്ത നോക്കണ. ദ UNFCCയുടെ സെക്രട്ടറിയേറ്റ് അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബോൺ ഇസ് എ പ്ലേസ് ഇൻ ജർമ്മനി. അപ്പൊ ദ UNFCC സെക്രട്ടറിയേറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ബോൺ, ദാറ്റ് ഈസ് ഇൻ ജർമ്മനി. ഇനി it has been ratified by how many countries? 197 countries ഇത് റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് സംതിങ് റിഗാർഡിംഗ് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഫൈൻ. അടുത്ത എന്താ? കോപ്പ്. അതാണല്ലോ ഇപ്പൊ നടന്നത്. COP 28 UAE അല്ലെങ്കിൽ ദുബായിൽ. COP is the apex decision making authority of UNFCC. അപ്പൊ എന്തുകൊണ്ട് ഞാൻ ആദ്യം UNFCC പഠിപ്പിച്ച്? ബിക്കോസ് COP is the apex decision making authority of യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇത് എല്ലാ വർഷവും മീറ്റ് ചെയ്യും. അപ്പൊ COP മീറ്റ്സ് എവറി ഇയർ അൺലെസ് ദ പാർട്ടീസ് ഡിസൈഡ് അതർവൈസ്. അപ്പൊ എല്ലാ വർഷവും എവിടെയെങ്കിലും വെച്ച് നടക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അപ്പൊ COP മീറ്റ്സ് എവറി ഇയർ അൺലെസ് ദ പാർട്ടി ഡിസൈഡ്സ് അതർവൈസ്. അതാണ് ഇപ്പൊ COP 28 നടന്നത്, അല്ലെ? എവിടെ വെച്ചാൽ നടന്നത്? ദുബൈയിൽ വെച്ച് നടന്നു. ദ ഫസ്റ്റ് COP മീറ്റിംഗ് വാസ് ഹെൽഡ് ഇൻ ബെർലിൻ, ജർമ്മനി ഇൻ 1995. കണ്ടോ? 1992 സൈൻ ചെയ്തു, 1994 came into force ആയി, അല്ലെ? 1995 ആദ്യമായിട്ട് COPന്റെ മീറ്റിംഗ് നടന്നു. അതെന്താണ് COP? COP is the apex decision making authority of United Nations Framework Convention on Climate Change. അപ്പൊ എല്ലാ വർഷവും എവിടെയെങ്കിലും ഒക്കെ നടക്കും unless the party decides so. Please read Conference of Parties. കിട്ടുന്നുണ്ടോ ഞാൻ ഈ പറയുന്നതൊക്കെ? ഓക്കെ. അപ്പൊ നമ്മൾ ഈ വട്ടത്തെ കോപ്പിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ അല്ലേ? ഇനി ഇതിൽ വേറെ വല്ല പോയിന്റ്സ് ഉണ്ടോ? ദ COP മീറ്റ്സ് ഇൻ ബോൺ. എപ്പോഴാണ് അവിടെ നടക്കുന്നത്? ഇഫ് ദ സീറ്റ് ഓഫ് ദ സെക്രട്ടറിയേറ്റ് അൺലെസ് എ പാർട്ടി ഓഫേഴ്സ് ടു ഹോസ്റ്റ് ദ സെഷൻ. കണ്ടോ? അപ്പൊ വേറെ എവിടെയെങ്കിലും നടന്നില്ലെങ്കിൽ COPന്റെ മീറ്റിംഗ് എവിടെയായിരിക്കും നടക്കുന്നത്? ബോണിലാണ്. അതെവിടെയാണ്? ജർമ്മനി. The president is usually the environment minister of his or her home country. അപ്പൊ നമുക്കറിയാം, നോക്കി, COP 28 ഇപ്പൊ എവിടെ വെച്ചാൽ നടന്നത്? ദുബായിലാണ്, അല്ലെ? UAE. അപ്പൊ മിക്കവാറും ആ പ്രസിഡന്റ്ഷിപ്പ് സ്ഥാനം ആർക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? UAEയുടെ ഹെൽത്ത് മിനിസ്റ്ററിന്, എൻവയോൺമെന്റ് മിനിസ്റ്ററിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ the COP meets in Bonn when the seat of the secretariat unless a party offers to host the session. The president is usually the environment minister of his or her home country. അപ്പൊ എപ്പോഴെങ്കിലും ഇനി COP ഇന്ത്യയിൽ നടക്കുമ്പോൾ ആരായിരിക്കും ആ COPന്റെ പ്രസിഡന്റ് വന്നിട്ട്? ഓബ്വിയസ്ലി ഇന്ത്യയുടെ എൻവയോൺമെന്റ് മിനിസ്റ്റർ ആയിരിക്കും ഓട്ടോമാറ്റിക്കലി എന്താവുന്നത്? COPന്റെ പ്രസിഡന്റ് ആവുന്നത്. ഇതാണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 28th മീറ്റിംഗ് വാസ് ഹെൽഡ് ഇൻ
ദുബായ്. അത് കാരണം എന്ത് പഠിച്ചു? UNFCC പഠിച്ചു. അതിന്റെ ഡീറ്റെയിൽസ് ചെറുതായിട്ടൊന്ന് നോക്കി. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? കോപ്പിനെ പറ്റി പഠിച്ചു. സാധനം ക്ലിയർ? വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്, മറക്കരുത്. ഇനി എന്തൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്, പുതിയ വല്ലോ മാറ്റം വന്നിട്ടുണ്ടോ, നമ്മൾ അതും ഡിസ്കസ് ചെയ്യുക. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തന്നേ ഉള്ളൂ സംഭവം. ഇനി എന്തെങ്കിലുമൊക്കെ സൈൻ ഒക്കെ ചെയ്യുമല്ലോ, പുതിയ വല്ലോ സ്കീം വരുന്നുണ്ടോ, എന്തെങ്കിലും നല്ലത് വരാൻ പോകുന്നുണ്ടോ, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. But this finishes our first topic, something regarding environment. അടുത്ത നോക്കാം. ഗവർണേഴ്സ് പവർ റിലേറ്റഡ് ടു യൂണിവേഴ്സിറ്റീസ് അല്ലെ. ഇപ്പൊ നിങ്ങൾ കേട്ട് കാണും, ചില സ്റ്റേറ്റ്സിൽ ഗവർണറും അവിടുത്തെ ഗവൺമെന്റും തമ്മിൽ പ്രശ്നങ്ങളാണ് അല്ലെ. അപ്പൊ ഗവർണേഴ്സ് പവർ റിലേറ്റഡ് ടു യൂണിവേഴ്സിറ്റീസ്. അപ്പൊ നോർമൽ ഗവർണർ എന്ന് പറഞ്ഞാൽ അല്ലെ, അതേതാണ്? ചില ബില്ലൊക്കെ ഒപ്പുവെച്ച് കൊടുക്കുന്നില്ല എന്നൊക്കെ നമ്മൾ കേട്ടുകയാണ്. അപ്പൊ ആർട്ടിക്കിൾ 200 ഇത് എപ്പോഴും പഠിച്ചു വെച്ചോണേ, ഗവർണറിന്റെ പവറാണ് ഞാൻ പറയുന്നത്. ആർട്ടിക്കിൾ 200 ഒരു ബില്ല് വന്നാൽ ഗവർണർ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ അത് സൈൻ ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ അത് വിത്ത്ഹോൾഡ് ചെയ്യണം. അപ്പൊ വീണ്ടും തിരിച്ചു കൊടുക്കണമായിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പ്രസിഡന്റ് കൊടുക്കണം. ഇതാണ് ഗവർണറിന്റെ പവർ. ക്ലിയർ? അപ്പൊ നിങ്ങൾ കേട്ട് കാണും അല്ലെ, തമിഴ്നാട്ടിൽ എന്ത് ചെയ്ത് കാണും? ഗവർണർ അത് തിരിച്ചു കൊടുത്തു കാണും. കേരളത്തിൽ ഗവർണർ എന്ത് ചെയ്ത് കാണും? അത് പ്രസിഡന്റിന് വിട്ട് കാണും. അപ്പൊ ഈ കേസൊക്കെ എവിടെയാണ് കിടക്കുന്നത്? സുപ്രീം കോടതി കിടക്കുന്നുണ്ട്. അപ്പൊ ഗവർണേഴ്സ് പവർ റിലേറ്റഡ് ടു യൂണിവേഴ്സിറ്റീസ്. ഇപ്പൊ ഒരു വിധി വന്നില്ലേ, യൂണിവേഴ്സിറ്റിയിലെ ഗവർണറുടെ പവർ എന്താണ്? നോർമൽ പവർ പോലെയാണോ? അല്ല, നോർമൽ. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഗവർണർ നോർമലി എന്താ? അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 200 അവിടെ ഒരു ബില്ല് വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ സൈൻ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിലോ വിത്ത്ഹോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ പ്രസിഡന്റിന് കൊടുക്കണം സാധനം. ബട്ട് ഇപ്പൊ 2 ദിവസം മുമ്പ് വന്ന വിധിയിൽ എങ്ങനെയാ പറഞ്ഞത്? ഗവർണേഴ്സ് പവർ റിലേറ്റഡ് ടു യൂണിവേഴ്സിറ്റീസ്. അപ്പൊ ഈ പോയിന്റ് ഓർത്ത് വെച്ചോണ്ട് അവർ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. In most cases, the governor of the state is the ex officio chancellor of the universities in that state. അപ്പൊ മിക്ക യൂണിവേഴ്സിറ്റീസിന്റെയും യൂണിവേഴ്സിറ്റീസിന്റെ ചാൻസലർ ആരാ? ഗവർണറാണ്. നോർമൽ കാര്യങ്ങള് ഗവർണർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ പുള്ളി എന്ത് ചെയ്യണം? The governor functions with the aid and advice. With the aid and advice of the council of ministers. അപ്പൊ ഗവർണർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ പുള്ളിക്ക് എയ്ഡ് ആൻഡ് അഡ്വൈസ് രീതിയിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എയ്ഡ് ആൻഡ് അഡ്വൈസ് കൊടുക്കണം. ബട്ട് പുള്ളി ചാൻസലർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഹി ആക്ട്സ് ഇൻഡിപെൻഡന്റ്ലി. അപ്പൊ വേറെ ആരുടെയും പുള്ളിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. ഹി ഷുഡ് ആക്ട് ഇൻഡിപെൻഡന്റ്ലി ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ടേക്സ് ഹിസ് ഓൺ ഡിസിഷൻസ് ഓൺ ഓൾ യൂണിവേഴ്സിറ്റി മാറ്റേഴ്സ്. അപ്പൊ വാട്ട് ഈസ് ദ പവർ ഡിഫറൻസ് ബിറ്റ്വീൻ ഗവർണേഴ്സ് പവർ റിലേറ്റഡ് ടു നോർമൽ ഗവർണൻസ് ആൻഡ് റിലേറ്റഡ് ടു യൂണിവേഴ്സിറ്റീസ് എന്നുള്ള ചോദ്യം വന്നിട്ട് ചിലപ്പോൾ ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ്സ് വരാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ഓർത്ത് വെച്ചോടെ. നോർമൽ ഇതാണെങ്കിൽ എന്ത് ചെയ്യണം? ഭരണത്തിന്റെ കാര്യമാണെങ്കിൽ ഗവർണറിന് ആര് സഹായിക്കും? വിത്ത് ദ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ബട്ട് അതേ ഗവർണർ ചാൻസലർ ആയിട്ട് ഇരിക്കുമ്പോൾ ആരുടെയും എയ്ഡ് ആൻഡ് അഡ്വൈസ് എടുക്കരുത്, സ്വന്തമായിട്ട് തീരുമാനം എടുക്കണം. എന്ന് വെച്ചാൽ പുള്ളിക്ക് കംപ്ലീറ്റ് പവർ കൊടുത്തിട്ടുണ്ട് അല്ലെ. സെലക്ട് കമ്മിറ്റി വെക്കേണ്ടതാണെങ്കിലും ആരെയാ നിയമിക്കേണ്ടത്, അപ്പൊ പുള്ളിക്ക് പ്രഷറൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഒരു ടോപ്പിക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോണേ. ബിക്കോസ് ഇപ്പോ പല സ്റ്റേറ്റ്സിലും ഗവർണറും ഭരിക്കുന്ന ഗവൺമെന്റ് തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതെവിടെയായിരിക്കും പോകുന്നത്? സുപ്രീം കോടതി പോകുന്നുണ്ട്. ക്ലിയർ? അപ്പൊ ഇങ്ങനത്തെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് വരും. പിന്നെ സുപ്രീം കോടതി എന്തെങ്കിലും വിധി പറയും. അപ്പൊ അത് നോക്കി വെച്ചോടെ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. But this is something regarding governor's power related to universities. While governor, he functions with the aid and decide of the council, advice of the council of ministers. But as a chancellor, he acts independently of the council of ministers and takes his own decisions on all university matters. ഒന്നിൽ aid and advice, മറ്റേത് independent decisions എടുക്കണം. ഓക്കെ, ഒന്ന് വായിച്ച് എന്നിട്ട് അടുത്ത് നോക്കാം നമുക്ക്. അപ്പൊ ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആയി. ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആയി, UNFCC ആയി. ഇപ്പതാ സംതിങ് റിഗാർഡിംഗ് ഗവർണേഴ്സ് പവർ റിലേറ്റഡ് ടു യൂണിവേഴ്സിറ്റീസ് പഠിച്ചു. ഇപ്പൊ കണ്ട കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത നോക്കുക എന്താണ് ടോപ്പിക്. ഒരു സ്കീമാണ്. ഗവർമെന്റ് എക്സ്റ്റെൻസ് പ്രധാൻ മന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന
for another 5 years from 1st January 2024. അപ്പോൾ ഒരു സ്കീമിന്റെ പേരാണ് ഇങ്ങനെ കാണത്തുള്ളൂ, പ്രധാൻ മന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന, PMGKAY. അപ്പൊ അത് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. എത്ര വർഷത്തേക്ക്? അടുത്ത 5 വർഷത്തേക്ക്. അപ്പൊ എന്നോട്ട് അത് വീണ്ടും തുടങ്ങാൻ പോകുന്നത് എന്ന് വെച്ചാൽ എക്സ്റ്റൻഷൻ എന്നോട്ട് ഫ്രം 1st January 2024. അപ്പൊ 2024, 25, 26, 27, 28 ഫുള്ള് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു സംഭവം. അപ്പൊ എന്താണ് സംഭവം? അണ്ടർ ദിസ് സ്കീം 5 kg of free food grains are being provided per month to over 81 crore poor people in the country. നമുക്കറിയാം നമ്മുടെ ഒരു പോപ്പുലേഷൻ വന്നിട്ട് ഒരു 130-135 അല്ലേ, ഒരു 140 കോടി ഉണ്ട് സംഭവം. അപ്പൊ അതില് 81 കോടി ആൾക്കാർക്ക് നമ്മൾ എന്താ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അക്കോർഡിംഗ് ടു ദി സ്കീം 5 kg of free food grains are being provided per month to over 81 crore poor people in the country. And Antyodaya households will get 35 kg of free food grains per month. അപ്പൊ നോർമൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ നോർമൽ ഒരു എന്താ പറയാ ന്യൂസ് പേപ്പറിൽ എന്താ നിങ്ങൾ കാണാൻ പോകുന്നത്? ഗവൺമെന്റ് എക്സ്റ്റെൻസ് പ്രധാൻ മന്ത്രി ഗരീബ് കല്യാൺ യോജന ഫോർ ഹൗ മെനി ഇയേഴ്സ്? അപ്പൊ ആൻസർ ആണ് ഫോർ 5 years. അതെന്നോട്ടാ വീണ്ടും ഫ്രം 1st January 2024. അണ്ടർ ദിസ് സ്കീം എന്താ കൊടുക്കുന്നത്? 5 kg of free food grains will be provided per month. എത്ര crore? To over 81 crore poor people in the